ഹായ്, ദിയ കൃഷ്ണ ആൻഡ് നോറ രണ്ടുപേരും എനിക്ക് ഇഷ്ടമുള്ളവരാണ് കേട്ടോ. രണ്ടുപേരുടെയും ഇപ്പം ബിഗ് ബോസിൽ വെച്ച് നോറെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് വെകിടത്തരമൊക്കെ ഉണ്ടെങ്കിലും ബട്ട് ഷീസ് ഓക്കെ. ആൻഡ് ദിയ ആസ് എ പേഴ്സൺ സംടൈംസ് ഉള്ള മണ്ടത്തരം ഒഴിച്ചാൽ ദിയ വളരെ നല്ല കുട്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ 4 കുട്ടികളിൽ നിന്ന് വ്യത്യസ്തയാണ് അവൾ. ബാക്കി 3 പേരും അമ്മയുടെ അച്ഛൻ്റെയും പപ്പറ്റ്സ് ആണ്. ആൻഡ് അവരുടേതായ രീതിയിൽ തന്നെ മറ്റൊരു ലെവലാണ് അവർ. അതേസമയം ദിയ ഡിഫറെൻ്റ് ആണ്. പല ഇൻ്റർവ്യൂസിലും അവരുടെ വീട്ടിൽ നിന്നുള്ളൊരു തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായമുള്ളൊരു സ്ത്രീയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മേ ബി ഒരുപാട് ക്രിറ്റിസിസം അവൾ നേരിടുന്നത് അവളുടെ അച്ഛൻ്റെ രാഷ്ട്രീയം മൂലമായിരിക്കാം. അല്ലാത്ത പക്ഷം 4 കുഞ്ഞുങ്ങളും മാസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ. ഇപ്പം നടക്കുന്ന ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായത് എന്താണെന്ന് അറിയാമോ? കിക്കിനെ തൊട്ടു ദിയ, അതുകൊണ്ട് കിക്കന്മാരെല്ലാവരും കൂടെ ഇറങ്ങി നിന്ന് ദിയയ്ക്കിട്ട് കിക്കുന്നു. അത്രയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ കിക്കിൻ്റെ കിക്ക് കൊള്ളുന്ന ദിയയായിട്ടാണ് എനിക്ക് മനസ്സിലായത്. മെയിനായിട്ട് ഇവരുടെ കിക്ക് എന്ന് പറയുന്ന അസോസിയേഷൻസ് എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്നുകൊണ്ട് ദിയയ്ക്കിട്ടുള്ള അടിയാണ് അടിക്കുന്നത്. ശക്തയായി തനിച്ച് നിന്ന് പൊരുതുന്ന അവളെ കാണുമ്പോൾ ഒരു വാരിയർ തന്നെയാണ്. ഇവരൊക്കെ പറയുന്ന കണക്ക് രാജകുമാരിയാണെന്ന് വെച്ചാൽ അതുക്കും മേലെയാണെന്നേ ഞാൻ പറയുള്ളൂ. പറഞ്ഞ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന ശക്തയായ സ്ത്രീയാണ് ദിയ. കറക്റ്റാണ് അവളുടെ പോയിന്റിൽ. എന്തിനാണ് ഈ ഫങ്ഷൻസിൽ കിടന്നിട്ട് ഈ പേക്കൂത്ത് കാണിക്കുന്നത്? നോറയ്ക്ക് എന്ത് ചെയ്യണം എന്ത് പറയണമെന്നൊന്നും അറിയത്തില്ല. നോറ ഒരുതരം വെകിടത്തരം കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ജാൻമണിയും പിന്നെ അഭിഷേകും കൂടെ വരുന്ന സമയത്ത് വണ്ടി തടഞ്ഞിട്ടുണ്ട്. നീ ആരാ എന്ന് ചോദിച്ചത് കണ്ടോ? അന്ന് ജാൻമണിയുടെ ഫേസ് പോയത് കണ്ടോ? ഓൾവേസ് എല്ലാവർക്കും തമാശ ഇഷ്ടപ്പെട്ട് കൊള്ളണമെന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ തമാശ പറയുന്നത് മോശം തന്നെയാണ്. നമ്മളുടെ വിവാഹ ദിവസമാണ് ഏറ്റവും പ്രീഷ്യസ് ആയിട്ട് എല്ലാവരും കണക്കാക്കുന്നത്. ആ ദിവസത്തിൽ അങ്ങനെ ഒരു വൃത്തികേട് കാണിച്ചത് തെറ്റാണ്. പിന്നെ തല്ലുകൊള്ളിയല്ലേ, തല്ലുകൊള്ളിക്ക് അതൊന്നും ഒരു വിഷയമല്ല. തല്ലുകൊള്ളിയും പെണ്ണുമ്പളയും കൂടെ ഇരുന്നുകൊണ്ട് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. അയ്യോ അതൊന്നും കുഴപ്പമില്ല, ഞങ്ങളത് ഓക്കെ ആക്കി, ലാസ്റ്റ് മൊമെന്റിലായിരുന്നു. വി ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് ദാറ്റ്. അത് കിക്കിനോടുള്ള സ്നേഹമാണ്. ഇതാണ് ഞാൻ അസോസിയേഷൻസിൽ ഉണ്ടായാലുള്ള കുഴപ്പം പറയുന്നത്. നമ്മളൊരു അസോസിയേഷൻ രൂപീകരിക്കുന്നു. ആ അസോസിയേഷനിലെ എല്ലാ മെമ്പേഴ്സും ഒരേപോലെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അടിമത്തം എന്നാ പറയുക, അല്ലാതെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നല്ല പറയുക. എല്ലാ യൂട്യൂബേഴ്സും അത്യാവശ്യം ടാലൻ്റ് ഉള്ളവരാണ്. അവരവരുടേതായ ഫീൽഡിൽ നല്ല ടാലൻ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പം അവരവർക്ക് പറയാനുള്ളത് സ്വതന്ത്രമായി പറയാൻ കഴിയുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് കിക്കിലില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ മേൽ കിക്കിലുള്ളവന്മാരെല്ലാം ഒരേ അഭിപ്രായം പറയുന്നത്. ഒരാൾ പോലും മാറ്റി പറയത്തില്ല. എന്തുകൊണ്ടെന്ന് അറിയാമോ? കിക്കിൽ മാറ്റി പറഞ്ഞാൽ കിക്കിൽ നിന്ന് കിക്ക് ഔട്ട് ആകും. സോ അതാണ് ഞാൻ കണ്ടത്. പക്ഷെ എനിക്ക് ഈ വിഷയത്തിൽ എനിക്ക് അനന്തുവിനോടാണ് മറുപടി കൊടുക്കാനുള്ളത്. കാരണം അനന്തു നല്ല രീതിയിൽ അക്സെപ്റ്റൻസ് ഉള്ള ഒരു യൂട്യൂബറാണ്. മാത്രമല്ല അവൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണെന്നൊക്കെ പറഞ്ഞാൽ അനന്തുവിൻ്റെ വീഡിയോ ഞാൻ വാച്ച് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ അനന്തു കണ്ടെത്തിയ ഒരു വലിയ കണ്ടെത്തലാണ് കുള്ളനാണ് എന്ന് പറഞ്ഞെടുത്ത് പോയി ദിയ സ്മൈലി ഇട്ടു. അപ്പോൾ ദിയയ്ക്കെതിരെ എന്ത് കിട്ടിയാലും ഏത് വടിയാണെങ്കിലും അടി കൊടുക്കുക എന്നൊരു ഫോമിലാണ് അനന്തു ഉള്ളത്. അനന്തുവിന് മനസ്സിലാകുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അനന്തുവിന് ഞാൻ പറയുന്ന ചക്കെന്ന് വെച്ചാൽ കൊക്കെന്നാണ് കേൾക്കുന്നത്. നേരെ എൻ്റെ മോനെ പറയും. അതിൽ ഒരു തർക്കവും അനന്തു നേരെ എൻ്റെ മോനെ എടുത്തങ്ങോട്ട് ഇടും. അപ്പോൾ എന്നാലും ധൈര്യസമേതം പറയണേ. കൊച്ചിനെ പറയുമ്പോൾ എനിക്ക് സങ്കടം വരും, അതൊരു കാര്യം. എന്നാലും പറയുകയാണ്. അനന്തുവിന് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. അനന്തുവിൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ ആ ഫംഗ്ഷൻ നടന്നതിന് ശേഷമാണ് പോലീസ് വന്നിട്ടുള്ളത്. ഞാനും ഇതേ അവസരത്തിൽ കൂടെ പാസ്സായിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു മൊബൈൽ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു തട്ടിപ്പുകാരിക്കെതിരെ ഞാൻ സംസാരിച്ചതിന് എന്നെ വന്ന് തെറി വിളിച്ചു. തിരിച്ച് ഞാനും അവളെ തെറി വിളിച്ചു. എൻ്റെ തെറി മാത്രം ഹൈലൈറ്റ് ചെയ്ത് പോലീസ് എടുത്തു കൊണ്ടുപോയി എൻ്റെ മൊബൈൽ. അത് വന്നതാണ് രസം. 6 പോലീസുകാർ, 2 പെണ്ണും 4 ആണും, 6 പോലീസുകാർ വണ്ടിയൊക്കെ കൊണ്ട് സിനിമ സ്റ്റൈലിൽ ബ്രേക്ക് ചെയ്ത് നിർത്തി ചടപട ഇട്ടപ്പെട്ട പയ്യെന്ന് കയറി വന്നു. ഞാൻ വണ്ടിക്കകത്തിരുന്ന എന്നെ ഡോറ് തുറന്നു മൊബൈൽ തട്ടിപ്പറിച്ച് അങ്ങ് പോയി. ഒരു ഒപ്പ് പോലും വാങ്ങിച്ചില്ല. വണ്ടി വെച്ച് ഞാൻ പിറകെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഇല്ല, ഞങ്ങളത് കോടതിയിലേക്ക് കൊടുക്കുള്ളൂ, നിങ്ങളെ പാട് നോക്കുന്നു. കോടതി ചെന്നപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് മൊബൈൽ തിരിച്ച് കിട്ടുകയും ചെയ്യാൻ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ ഒരു ബിൽഡപ്പ് ഉണ്ടല്ലോ, അത് സ്വാഭാവികമായിട്ടും അപ്പുറം ഇപ്പുറം ഉള്ളവരൊക്കെ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യും. അയ്യോ ഇവരെന്തോ ഭയങ്കര ക്രൈം ചെയ്തിട്ടാണ് ഇത്രയും പോലീസ് സന്നാഹം വരുന്നതെന്നൊക്കെ വരും. അതൊക്കെ എനിക്ക് മനസ്സിലായി. അനന്തു പറയണത് എനിക്ക് ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ പെങ്ങളുടെ വിവാഹം ഇതാകും എന്ന് പറഞ്ഞാൽ അനന്ത് ഇപ്പോൾ ആലോചിച്ച് പറഞ്ഞതാണ്. വെറുതെ ദിയയുടെ തലയിൽ അത് കൊണ്ടുവയ്ക്കേണ്ട. ഇനി അഥവാ അങ്ങനെ ആണെങ്കിൽ പോലും, അതിൽ സത്യമുണ്ടെങ്കിൽ പോലും, നിങ്ങൾ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് നീ ഇനിയെങ്കിലും മനസ്സിലാക്കുക. കാരണം ദിയയുടെ പേഴ്സണൽ കാര്യങ്ങളെ വല്ലാണ്ട് താൻ വലിച്ചിട്ടു.
അവൾ ഒരു ഇൻഡിപെൻഡൻ്റായി നിന്നുകൊണ്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്ന കുട്ടിയാണ്. അവൾക്ക് വന്ന ഒരു പോരായ്മ അത് കൃത്യമായി എവിഡൻസ് വെച്ച് അത് അവൾ ക്രോസും ചെയ്തു. അവൾ അത് കൃത്യമായി പറഞ്ഞു, നിന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അത് നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്ത് ആ മിസ്റ്റേക്ക് അഡ്മിറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റ് വരും, നമ്മൾ തെറ്റ് വരാതിരിക്കാൻ നമ്മളാരും ഭയങ്കര സംഭവങ്ങളൊന്നുമല്ല. എല്ലാവരുടെ കയ്യിലും മിസ്റ്റേക്ക് വരും. മിസ്റ്റേക്ക് ഈസ് മിസ്റ്റേക്ക്. അത് ഓപ്പണായിട്ട് പറയാനുള്ള ആർജവം കാണിക്കണമായിരുന്നു. എരവാദം പറയരുത്. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനായ അനന്തു എരവാദം പറയുന്ന കാണപ്പം ഫീലിംഗ് പുച്ഛം, അത്രയേ ഉള്ളൂ. ഒന്നാം നല്ല കാലിബാറുള്ള നല്ല പോലെ വിഷയം അവതരിപ്പിക്കാൻ കഴിയുന്നൊരു വ്യക്തിയാണ് താൻ. ഈ സ്ത്രീവിരുദ്ധത ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. താൻ പറഞ്ഞ 1-2 സ്ത്രീവിരുദ്ധതയിലാണ് ഞാനും താനും കൂടെ തെറ്റിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം മീനുവിൻ്റെ കേസ്. കാരണം അവർ നിന്ന ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാതെ അവരെ എടുത്തു വെച്ച് കളിയാക്കുമ്പോൾ തനിക്കൊരു ആത്മരതിയുണ്ട്. അത് തീർത്തും അവഗണിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു പ്രൊഫഷണലായി നിൽക്കുന്ന ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയ ഒരു ഫെലോ മനസ്സിലാക്കേണ്ടത് അത് തൻ്റെ വീട്ടിലുള്ളവരുടെ പ്രശ്നമാണ്. അത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ, തൻ്റെ സിസ്റ്റർ തന്നെ എടുക്കാം, ആ പെൺകുട്ടിക്ക് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയാത്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് താൻ ഇങ്ങനെ നിരന്തരം സ്ത്രീകളെ തന്നെ ആക്രമിക്കുന്നത്. ദിയ പറഞ്ഞതെന്ത്, താൻ കേട്ടതെന്ത്. പിന്നെ ഈ കുള്ളൻ്റെ കേസ് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തുന്നത്. ഞാനും ഫ്രണ്ട് ബെഞ്ചിരുന്ന് പഠിച്ചവളാണ്, പൊക്കം കുറവാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രണ്ട് സീറ്റിലാണ് കിട്ടുകാറ്. സ്വാഭാവികമായിട്ടും എനിക്കതൊരു ഭയങ്കര പ്രോബ്ലം ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് 2 ആൺമക്കളാണ്. ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ പൊക്കം കുറവാണ്, എനിക്കതൊരു വലിയ വിഷയമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇതിനേക്കാൾ പൊക്കം കുറഞ്ഞവരില്ലേ? ഇത് പരശുരാജ വരെ ഒരു കുള്ളനായിരുന്നു, അതിനിപ്പോൾ എന്താ? അതൊരു വലിയ വിഷയമാണോ? അതിന് സ്മൈലി ഇട്ടു എന്നതൊരു കുറ്റമായിട്ട് നിങ്ങൾ എല്ലാവരും എടുത്തു വെച്ച് പറയണത് ഗീബൽസിയൻ തിയറി പോലെയല്ലേ എനിക്ക് ഫീൽ ചെയ്തത്. ഒരേ കളവ്, ഒരേ കാര്യം 10 പേര് പറയുമ്പോൾ അത് സത്യമാവുക. അവൾ അവിടെ ചിരിച്ചത്, അവൾക്ക് ചിരിച്ചതെന്നല്ലേ ഉള്ളൂ. അവിടെ ഇട്ട ആളിനല്ലേ കുറ്റം വരേണ്ടത്. നിങ്ങൾ അവളെ തന്നെ ടാർഗറ്റ് ചെയ്യണത് എന്തുകൊണ്ടാണ്? അവൾ സെലിബ്രിറ്റി ആയതുകൊണ്ടല്ലേ. പിന്നെ ഒരെണ്ണം സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അനന്തുവിൻ്റെ, അച്ഛൻ്റെ വഴി പിന്തുടർന്ന് വന്നവളാണ് അവളെന്ന്. അച്ഛൻ്റെ വഴി പിന്തുടർന്ന് വന്നെങ്കിൽ ആ 4 കുട്ടികൾക്ക് അക്സെപ്റ്റൻസ് കിട്ടത്തില്ല. അച്ഛൻ്റെ വഴിയൊന്നും അവൾ പിന്തുടർന്നിട്ടില്ല. അഭിപ്രായമുള്ള പെണ്ണാണ് അവൾ, അതെനിക്കറിയാം. കുറച്ച് ബോധക്കേടുണ്ട്, അതില്ലാതില്ല. അത് അച്ഛൻ്റെ സഹവാസം കൊണ്ട് വന്നതാണ്, അല്ലാതെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ തന്നെയാണ്. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ അവളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? അവൾ ഒരു ബിസിനസ്സിൽ അത്രയും സക്സസ് ആയി നിൽക്കുന്ന ഒരു ലേഡിയാണോ? പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയും. ഒരു പെണ്ണെന്ന നിലയിൽ അഭിമാനിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ബാക്കി 3 എണ്ണവും സിനിമയല്ലേ നോക്കുന്നത്? അവൾ അതല്ലല്ലോ, അങ്ങനെയല്ലല്ലോ അവൾ മുൻപോട്ട് വരാൻ നോക്കിയാൽ. അഴക് അവൾ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ അത് മാർക്കറ്റ് വൽക്കരിച്ച് അതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ അവൾ ശ്രമിച്ചായിട്ട് എനിക്കറിയില്ല. ബാക്കി ഇച്ചിരി ഇമ്മണിയൊക്കെ കുസൃതിയും കുശുമ്പും ഒക്കെ അവളെ കയ്യിലുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. തീർച്ചയായിട്ടും അനന്തു ഈ പിണക്കം മാറ്റി വെക്കുന്നതായിരിക്കും സേഫ്. കാരണം മോശമാണ് അനന്തു. താൻ വിചാരിക്കുന്ന കണക്ക് തനിക്ക് അവിടെ വന്ന് ഹായ് ബായ് കമൻ്റ് ഇടുന്നവരൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് തോന്നിയിട്ടുള്ളത് ദിയയോടുള്ള സപ്പോർട്ട് തന്നെയായിരിക്കും. തെറ്റാണ്. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ഇതേ ചിന്താധാരയാണെന്ന്. അവളുടെ കയ്യിൽ നിന്നൊരു മിസ്റ്റേക്ക് അല്ല വന്നത്, അവൾ പറഞ്ഞത് കൃത്യമാണ്. അത് അവൾ കൊല്ലാൻ പറഞ്ഞു, രാജകുമാരി കൊല്ലാൻ പറഞ്ഞു എന്ന്. അതൊരു ടോക്കാണ്, അല്ലാണ്ട് ഒരാളെ കൊന്നുകളയൂ എന്നല്ല പറഞ്ഞത്. എൻ്റെ വീട്ടിൽ കയറി ഇതുപോലൊരു തോന്നിവാസം കാണിച്ച തട്ടും എന്നാ പറഞ്ഞത്. അത് അവളുടെ ദേഷ്യമാണ് അവൾ പറഞ്ഞത്. അത് തീർച്ചയാണത്. അവളുടെ വലിയൊരു പ്രിഷ്യസ് മൊമെൻ്റ് ആണത്. വിവാഹം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിഷ്യസ് മൊമെൻ്റ് ആയിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. ആ സമയത്ത് കയറി ഈ ഊളത്തരം കാണിക്കുന്നത് ആരായിരുന്നാലും 2 പൊട്ടിക്കുക തന്നെ ചെയ്യും. അത് ചിലപ്പോൾ ആ സമയത്ത് അങ്ങനെ എഴുതിയതാകാം. അത് അങ്ങനെ അങ്ങ് വിടുന്നതിന് പകരം കിട്ടിയതോ പാട് എന്നാ അവക്കിട്ടങ്ങ് കൊടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി അനന്തു തീർത്തും സത്യം പറഞ്ഞാൽ ക്യാരക്ടർലെസ് ആണെന്ന് ഞാൻ പറയും. ഞാൻ തനിച്ച് വഴിവെട്ടി വന്നവനാണ്, അവൾ അപ്പൻ്റെ ഇതിൽ വന്നതാണെന്ന്. അതും തെറ്റായ ഒരു വ്യാഖ്യാനമാണ്. നമുക്ക് നമ്മളോട് നമ്മുടെ ചെയ്ത് അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഫഷൻ നമ്മൾ ചെയ്തതിനെ പറ്റിയൊക്കെ ഒരു പ്രൗഡ് ഫീൽ വരണം. പക്ഷേ മറ്റൊരാളെ ഇകഴ്ത്തിയിട്ട് നമ്മൾ പ്രൗഡ് അടിക്കരുത്. പേഴ്സണലി പറയുക, അയ്യോ ഞാൻ തനിച്ച് പൊരുതി കയറി വന്നവനാണ്, പക്ഷെ അവളെപ്പോലെയല്ല. അതല്ല, അത് മോശമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അവൾ അവളുടെ ലെവലിൽ തനിച്ച് വന്നവൾ തന്നെയാണ്. പലപ്പോഴും അത് കുടുംബത്തിനെ ബാധിക്കുമെന്നുണ്ടായിട്ട് പോലും അവൾ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് കുടുംബത്തിൽ നിന്ന് സപ്പോർട്ടില്ല, ഞാൻ ഈ പൊസിഷനിലേക്ക് എത്തിയത് കുടുംബത്തിൻ്റെ സപ്പോർട്ടോട് കൂടിയല്ല. അതവൾ കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് അവൾ അച്ഛൻ്റെ വഴിവെട്ടി വന്നതാണെന്ന്? അച്ഛൻ്റെ സപ്പോർട്ടോടെയാണോ? അവൾ അച്ഛൻ എന്തെങ്കിലും ഒരു ഇത് ചെയ്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ വിവാഹം പോലും കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് അവൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. അവളുടെ ലൈഫ് അവൾ കൈപ്പിടിച്ചതാണ്. അവൾക്ക് അവളുടെ പേരൻസിനോട് സ്നേഹമുണ്ട്, സഹോദരങ്ങളോട് സ്നേഹമുണ്ട്.
അലസണ്ടയോ വഴക്കോ ഒന്നും അവൾ പുറത്തു ഒന്നും പറയുന്നുമില്ല. അതിൻ്റെ അർത്ഥം അവൾക്ക് അങ്ങ് എന്തൊക്കെയോ കുഴപ്പമുണ്ട്, അങ്ങനെയുമല്ല. പക്ഷെ അവൾ തനിച്ച് പൊരുതി തന്നെയാണ് ആ ഫീൽഡിൽ നിൽക്കുന്നതും ഇപ്പോഴും നിൽക്കുന്നതും. ഇത്ര കൂട്ടാക്രമണത്തിനിടയിലും തൻ്റെ ഭാഗത്തെ ന്യായം, തൻ്റെ ഭാഗത്ത് കൃത്യമായ നീതി പുറത്തേക്ക് കൊണ്ടുവരാൻ അവൾ എഫർട്ട് എടുത്തില്ലേ? പകച്ച് പണ്ടാരടങ്ങിയിട്ടും കൂടെ നിന്നുകൊണ്ട് അശ്വിൻ അത് സപ്പോർട്ടും ചെയ്തു കൊടുത്തില്ലേ? നല്ലതെന്ന് പറയുന്നതാണ് വ്യക്തിത്വം. പിന്നെ തൻ്റെ സഹോദരിയുടെ പ്രശ്നത്തിലേക്ക് വരാം. നമ്മൾ മറ്റൊരു വ്യക്തിയെ ഇതുപോലെ പറയുമ്പോൾ നമുക്കും ഇതുപോലെ ഒരു വ്യക്തി വീട്ടിലുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വരണം. നമുക്ക് ബ്രേക്കപ്സ് വരാം. ഇപ്പോൾ എല്ലാവരും പറയും ഞങ്ങൾ ഫസ്റ്റ് ചുമ്മാ പറയണതാ. എല്ലാവർക്കും അങ്ങനെ ഇൻഫാക്ച്വേഷൻസ് വരാം, പ്രണയങ്ങൾ വരാം. എല്ലാം സക്സസ് ആവണമെന്നില്ല. അങ്ങനെ ഒരുപാട് ലൈഫിൽ ഒരുപാട് ഹിസ്റ്ററി ഉള്ളവർ തന്നെയായിരിക്കും മെജോറിറ്റി ആൾക്കാരും. അങ്ങനെ ഒരു ലൈഫിലെ ഏറ്റവും ബ്ലാക്ക് പോയിന്റ് ആയിട്ടുള്ള ഒരെണ്ണത്തിനെ എടുത്ത് വെച്ച് കളിയാക്കിയത് ഞാൻ വിറ്റ്നസ് ആയതാണ്. അനന്തുവിൻ്റെ ആ വീഡിയോ ഭയങ്കര ഹേർട്ട്ഫുൾ ആയിട്ടായിരുന്നു, ഭയങ്കര റോങ് ആയിരുന്നു. ഒരിക്കലും അത് അവൾക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമില്ല. അത് അവൾ തുറന്ന് തന്നെ പറഞ്ഞു. ഞാൻ കൊണ്ടുപോയി കൊടുത്താലും കേസ് അങ്ങനെ തന്നെ എടുക്കും. കാരണം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല ദിയ അവളുടെ പേഴ്സണൽ ലൈഫാണ് പബ്ലിക്കിൽ കൊണ്ടുവരുന്നത്. അതിനകത്ത് ദിയയ്ക്ക് ധൈര്യസമേതം പറയാം, അച്ഛൻ്റെ മാർഗമല്ല, തനിച്ച് വഴിവെട്ടി വന്നവളെന്ന് ദിയയ്ക്ക് പറയാൻ പറ്റും. പക്ഷേ അനന്തുവിന് അത് പറയാനൊക്കത്തില്ല. അതറിയാമോ? മറ്റ് കണ്ടന്റ് ഇല്ലെങ്കിൽ അനന്തു എന്താണ് പബ്ലിക്കിന് കൊടുക്കുന്നത്? മറ്റുള്ളവരെ എടുത്തു വെച്ചല്ലേ അനന്തു റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെയല്ലേ അനന്തു റീച്ച് ആവുന്നത്. അല്ലാതെ അനന്തുവിൻ്റെ സെൽഫായിട്ട് എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? തമാശ രൂപേണ അവതരിപ്പിക്കുന്നു, അവതരണ ശൈലി നല്ലത്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് അനന്തു റീച്ച് ആകുന്നു. അതിനപ്പുറം അനന്തു തനിച്ച് വഴിവെട്ടി വന്നതെന്നൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് തള്ളി മാറിക്കല്ലേ, അത് മോശമാണ്. പേഴ്സണലായിട്ട് ഒരു രീതിയിലുള്ള ഒരു അഭിപ്രായവും അനന്തുവിനില്ല. അവിടുന്ന് എടുക്കുന്ന കണ്ടന്റ് ഇവിടുന്ന് എടുത്തുകൊണ്ട് ഒരു മിനി സായി, അത്രയേ ഉള്ളൂ. ഫ്യൂച്ചറിൽ സായിയെ പോലൊരു വ്യക്തി ഒരു പ്രാവശ്യം നമ്മുടെ ബിഗ് ബോസിലേക്ക് ചെന്ന് കയറുമ്പോൾ യഥാർത്ഥ മുഖവും വെളിയിലേക്ക് വരും എന്നുള്ളതാണ്. അടുത്ത പോയിന്റും ഇതേ ഒരു വിഷയം തന്നെയാണ്. ഇവൾ പറഞ്ഞിരുന്നു എനിക്ക് അവരെയൊന്നും അറിയത്തില്ല ബൈ ദ വേ എന്ന്. സിജോ എന്ന് പറയുന്ന ഒരു വ്യക്തി അവർക്കെങ്ങനെ അറിയാൻ പറ്റും? സിജോ അത്ര ഫേമസ് ആയിരുന്നു. ആ വിഷയം എല്ലാവരും കണ്ടുകൊള്ളണമെന്ന് നിർബന്ധം പിടിക്കരുത്. സീരിയസ്ലി ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ സീരിയൽ കാണുന്ന ഒരാളല്ല. എനിക്ക് സീരിയൽ ആക്ട്രസിനൊന്നും അറിയത്തില്ല. അഥവാ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി മറ്റോ വന്നു കഴിഞ്ഞാൽ അത് ആരാണെന്ന് സെർച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാവർക്കും എല്ലാം കാണാനുള്ള ഇഷ്ടമൊന്നും ഉണ്ടാകത്തില്ല. ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതേ അറിയുള്ളൂ. അതുപോലൊരവസ്ഥ ദിയയ്ക്കും ഉണ്ടായിക്കൂടുന്നില്ലേ? ബിഗ് ബോസ് കണ്ടാൽ മാത്രമേ ദിയയ്ക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂന്നുണ്ടോ? ബിഗ് ബോസ് കാണാത്ത എത്രയോ പേരുണ്ടാവും. ബിഗ് ബോസിലെ എല്ലാ ക്യാരക്ടേഴ്സിനെ എല്ലാവർക്കും ഓർമ്മ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് സിജോയെ ഓർത്ത് വയ്ക്കേണ്ട കാര്യം എന്താണ്? ഐ ഡോണ്ട് നോ എന്ന് പറയുന്ന കറക്റ്റ് അല്ലേ? അവർ രണ്ടുപേരും ബിഗ് ബോസ് മത്സരാർത്ഥികളുമല്ല, അതിലൊരാൾ മാത്രമാണത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെയും നിങ്ങൾ എടുത്തു വെച്ച് കളിയാക്കുന്നത് വേസ്റ്റ് പരിപാടിയാണ്. കേൾക്കുന്നവർക്ക് മനസ്സിലാവും നിങ്ങളുടെ ഉള്ളിലുള്ള ദേഷ്യം, ശത്രുത ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അവളെ ടാർഗറ്റ് ചെയ്യുന്നത്. നല്ല തമാശയാണ്. എല്ലാവരും കൂടെ ചേർന്ന് ഒന്നിച്ചൊരു വ്യക്തിയെ എടുത്തിട്ട് ആക്രമിക്കുമ്പോൾ നല്ല സുഖം കിട്ടും. പക്ഷെ അതുകൊണ്ട് എന്താ മനസ്സിലാവുന്നതെന്നറിയാമോ? ജെന്യൂനായി നിങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വിഷയത്തിന് പോലും ഒരു അക്സെപ്റ്റൻസും ഒരാളും കൊടുക്കത്തില്ല. കാരണം നിങ്ങൾ ഇങ്ങനെയാണ് കൂട്ടത്തോടെ ആക്രമിച്ച ഒരാളെ അങ്ങോട്ട് അടിച്ച് താറടിച്ചിടുന്ന ഒരു പരിപാടി നിങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് കിക്കിൻ്റെ ആൾക്കാർക്ക്. കിക്കന്മാരെല്ലാവരും കൂടെ ഒന്നിച്ചിറങ്ങിയൊക്കെയാണ് ദിയെ അങ്ങോട്ട് മുട്ടയടിക്കാൻ. രാഷ്ട്രീയമായി നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, തീർച്ചയായിട്ടും ഉണ്ടാകാം. പക്ഷെ അതിൻ്റെ അർത്ഥം പെണ്ണൊരുത്തി തനിച്ച് നിൽക്കുന്നു എന്ന് കരുതി എല്ലാവന്മാരോട് കയറി മുട്ടയിടുന്നതല്ല കേട്ടോ. അത് വലിയ മഹത്തരമൊന്നുമല്ല. അവൾ അവളുടെ പോർഷനിൽ കറക്റ്റാണ്, കൃത്യമായി പറഞ്ഞു. എൻ്റെ വിവാഹത്തിനാണ് ഇതുപോലെ തോന്നിവാസം കാണിച്ച് അടിച്ച് പൊട്ടിക്കും, തല്ലി കൊല്ലുമെന്ന്. ഒരു ദോഷവും ഇല്ല അത് പറഞ്ഞതിൽ. അവളമല്ല, എൻ്റെ കുടുംബത്തിലാണ് അതുപോലെ ഒരു വിവാഹ ദിവസത്തിൽ ഇതുപോലെ പോക്കൃത്തരം കാണിക്കുന്ന അടി ഞാൻ പറ്റിക്കും എന്നുള്ളതാണ്. പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി പൂളിത്തള്ളിയിടുക, അതൊരു കോമഡി. എന്തുവാ ഇവർക്കൊക്കെ എന്താ വിചാരം? ഇതാണ് കോമഡി എന്നാണ്. ചിലപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്നവരല്ലെങ്കിൽ അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ മങ്കികൾക്ക് അത് ഇഷ്ടപ്പെടും. അവർ കണ്ട് ആസ്വദിക്കട്ടെ. എല്ലാവരും ഇപ്പോൾ അത് ആസ്വദിക്കണമെന്നും അനുകൂലിക്കണമെന്നും അംഗീകരിക്കണമെന്നും പറയണത് ശുദ്ധ മണ്ടത്തരം മാത്രമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്തത്, ഇവളെ അങ്ങോട്ട് സാധൂകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ കിസ്സടിക്കുന്നു. കിസ്സടിച്ചതിൽ പൊക്കമില്ല എന്ന് ആരോ കളിയാക്കുന്നു. അതിൻ്റെ താഴെ അവർ പോയി സ്മൈലി ഇട്ടു. അതൊരു കോമഡിയല്ലേ? ഇതിനേക്കാൾ സ്ത്രീവിരുദ്ധമായ, ഇതിനേക്കാൾ വൃത്തികെട്ട രീതിയിൽ സ്കിറ്റുകൾ അവതരിപ്പിക്കുന്നുണ്ട് ഇവിടെ, കോമഡി സ്റ്റാർസ് എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ അവിടെ പോയി കിണിക്കാറില്ല, നിങ്ങൾ അത് കേട്ട് ചിരിക്കാറില്ല, അതുപോലുള്ള കോമഡി സ്കിറ്റുകൾ താൻ ചിരിപ്പിക്കാറില്ല. ഇതിനേക്കാൾ വൾഗറായ ഭാഷയിൽ മീനുവിനെ അവഹേളിച്ചിട്ടില്ലേ അനന്തു? അത് ചിരിച്ച് തൻ്റെ എത്രയോ വരുന്ന സബ്സ്ക്രൈബേഴ്സ് കേട്ടിട്ടില്ലേ?
ഒരു ചെറിയ വിഷയം കിട്ടിയപ്പോൾ അതെടുത്തുകൊണ്ടുവന്നു ആഗോള പ്രശ്നമായി കാണിച്ച് ദിയയെ അപമാനിക്കുന്നത് കാണുമ്പോൾ നിന്റെയൊക്കെ നിലവാരം എത്രയുണ്ടെന്ന് അതിനകത്തുണ്ട്. ഈ വിഷയത്തിൽ ഞാൻ ദിയയ്ക്കൊപ്പമാണ്. കൃത്യമായി പറഞ്ഞു, ശക്തമായി പറഞ്ഞു, സത്യയോടുകൂടി അത് കൃത്യമായി തന്നെ അവതരിപ്പിക്കുകയും ചെയ്തു. നല്ല കാര്യമാണ്. കൂടുതൽ ഈ വിഷയത്തിൻ്റെ കാരണങ്ങൾ എവിഡൻസ് ഒന്നും ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, അതൊക്കെ കിക്കന്മാർ ഒരുപാട് വെക്കുന്നുണ്ട്. നിങ്ങൾ അവിടെയൊക്കെ പോയി കണ്ടോളൂ. കണ്ടതുകൊണ്ട് ഇതൊന്ന് പറയണമെന്ന് തോന്നി. ഇതിനെ റിലേറ്റ് ചെയ്ത് എൻ്റെ ഒരു അഭിപ്രായം പറയണമെന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ദിയ കൃഷ്ണ ചെയ്തത് 100% ശരിയാണ്. അതിനകത്ത് ഉറച്ചു തന്നെ നിൽക്കുകയും വേണം. അതിനവൾ പണ്ട് പറഞ്ഞ കുഴികുത്തി കേസും കൊണ്ട് വരരുത്. അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി അതിന് കുറവായിരിക്കാം. ഒരുപക്ഷെ അതിനെപ്പറ്റി കൂടുതൽ ഗ്രാഹ്യമുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. ഇപ്പം തന്നെ എത്രയോ പിള്ളേർക്ക് ചരിത്രബോധമില്ലാത്തത് കൊണ്ട് പലതും മനസ്സിലാകാതെയുണ്ട്. അത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ പിന്നെ നിശബ്ദയായല്ലോ. പിന്നെ നിശബ്ദയായെങ്കിൽ കോലിട്ട് കുത്തരുത്. അതൊരു മോശപ്പെട്ട പരിപാടിയാണ്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ആ കുട്ടി എവിടെയും പറഞ്ഞില്ലല്ലോ. തനിക്കൊരു മിസ്റ്റേക്ക് പറ്റി എന്നുള്ള രീതിയിൽ മൗനമായിട്ടിരിക്കുകയല്ലേ ആ കുട്ടി ചെയ്തിട്ടുള്ളത്. അത് മനസ്സിലാക്കാനുള്ള ബോധം ബാക്കിയുള്ളവർക്കുണ്ട്. ഒരുപാട് അങ്ങനെ ഞകളിച്ച് കയറല്ലേ, ഭയങ്കര ബോറാണ്. പിന്നെ ഇതിനെപ്പറ്റി ഷായി ചന്തി പൊക്കി ഇരുന്നുണ്ട് വെളിപാടുണ്ടാക്കി കണക്ക് പറയുന്നുണ്ട്. നല്ല സുഖമാടാ, അവനവൻ്റെ പെണ്ണുമ്പിളെ അവനവൻ്റെ വീട്ടിലിട്ട് ചെയ്യുന്നതൊക്കെ പബ്ലിക്കിൽ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ഓർക്കണം, ഞാൻ ഇത്തിരി പൊക്കം കുറഞ്ഞവനാണ്, അവൾക്ക് ഇത്തിരി പൊക്കം കൂടുതലാണ്, ഇങ്ങനത്തെ കോമാളിത്തരം കാണിച്ചാൽ ഞാനും ഇതുപോലെ വായ്ത്താളം അടിക്കുന്ന ഒരു വീരവാനാണ്, എനിക്കും ഇതുപോലെയൊക്കെ കിട്ടുമെന്ന്. ഉണ്ണി മുകുന്ദനോടുള്ള ദേഷ്യം കാരണം ഉണ്ണി മുകുന്ദൻ്റെ മുഖം പശുവിൻ്റെ ചന്തി പോലെ ഇരിക്കണം എന്ന് വർണ്ണിച്ച മഹാപടുവാണമാണ് ഇപ്പം ഇരുന്നുകൊണ്ട് ഈ വിഷയത്തിൽ എരവാദം പറയണത്. നിനക്ക് ഇതല്ല ഇതിൻ്റെ അപ്പുറം കിട്ടണം. നീ അമ്മാതിരി ആളുകളെ കളിയാക്കിയിട്ടുണ്ട്. എന്നെ ചട്ടുകാരി എന്ന് വിളിച്ച മോനായവൻ അറിയുമോ? അമ്മാതിരി ഉള്ളവനെയൊക്കെയാണ് തൂക്കി തലയെ വെക്കുന്നത്. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തണമേ, അറിയാൻ ആഗ്രഹമുണ്ട്. എൻ്റെ അഭിപ്രായം ഇത് തന്നെ. പിന്നെ ഇവൻ്റെയൊക്കെ വാലുപൊക്കികൾ വന്ന് കമൻറ്റിൽ കിടന്നുണ്ടാക്കിയാൽ ഇവിടെ ഒരു സാംസ്കാരിക സർട്ടിഫിക്കറ്റിൻ്റെ ഉത്തരവാദിയല്ല ഞാൻ. നല്ലതങ്ങ് തരിഞ്ഞേ.